ആ ബയോടെക്നോളജി എക്സ്പെർട്ട് നമ്മളങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ പഠിക്കും. 3 മണിക്കൂർ ഫ്ലൈറ്റ് കൂടെ. ലോകത്തിലെ വലിയൊരു 400 ബയോടെക്നോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക? 1000 ഏക്കർ സ്ഥലം എടുക്കും, എന്നിട്ട് അവിടെ കൾട്ടിവേഷൻ നടത്തും, എന്നിട്ട് അതിനെ മോഡിഫൈ ചെയ്താൽ പ്രൊഡക്ഷൻ ഡബിളാക്കാൻ പറ്റിയാൽ ഓക്കെ. അങ്ങനെ എക്സസ് പ്രൊഡക്ഷനുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. പക്ഷെ ഇവിടെയുള്ള വിത്ത് വേറെ ഒരു രാജ്യത്തും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെയുള്ള വിത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. അത് മാത്രമല്ല, ക്ലൈമറ്റ് മാത്രമല്ല, ഇതിലൊക്കെ ചിലപ്പോൾ വൈറസും അസുഖങ്ങളും ഉണ്ടാവും. മനസ്സിലാവും? നമ്മളിപ്പോൾ ഒരു വിത്ത് എടുത്തിട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പം നമ്മളിപ്പം ചെറിയൊരു നെല്ല് ഒരു കുറച്ചെടുത്തിട്ട് ബാഗിലിട്ടിട്ട് അമേരിക്കയിൽ പോയാൽ നേരെ അവിടുന്ന് പിടിച്ച് കസ്റ്റംസ് കൊണ്ടുപോകും. വളരുന്ന ഒരു സാധനവും ഒരു വിത്തും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു അഗ്രികൾച്ചർ മറ്റു സ്ഥലത്തേക്ക് പറിച്ചു നടന്നാൽ കുറേ അസുഖങ്ങളും ഒക്കെ വരുന്നതുകൊണ്ടാണ്. അതെന്താ കാരണം? അവിടെയുള്ളത് അവിടെ വളരുന്നു, ഇവിടെയുള്ളത് ഇവിടെ വളരുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് കൊണ്ടുവരണേ? കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പം വേറെ അസുഖങ്ങളുണ്ടാവും. അത് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ചിലപ്പം മാറി. ഇങ്ങനെയൊക്കെ ഭയമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെ പഠിച്ചാൽ അവിടെ ചെയ്യാൻ പറ്റും, പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം അമേരിക്കയിലൊക്കെ ജർമ്മനിയിലൊക്കെ ഒരു ഫ്രീ സ്ഥലം തരും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ. കാരണം അവിടെ ആരും ചെയ്യുന്നില്ല കൃഷി. പിന്നെ എല്ലാം മെക്കനൈസ്ഡാണ്. ഒരാളെയും പണിക്കാരാണ് ഏറ്റവും കോസ്റ്റ്ലി. അപ്പോൾ സ്വന്തം പണി ചെയ്യും, എല്ലാ പണിയും ചെയ്യണം. നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ബിസിനസ് ആയിട്ട് ഇവിടെ തന്നെ നടക്കില്ല. പോയാൽ പോയി, പിന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംഭവം ആലോചിക്കണം. പിന്നെ ഞാൻ നോക്കിയത് എൻവിറോൺമെന്റ് സയൻസ് ഒക്കെ മഹാപൊളിയാണ്. കാരണം ഇതിലൊക്കെ ഹൈ മാത്തമാറ്റിക്സ് ആണ്. എൻ്റെ സബ്ജക്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. എൻവിറോൺമെന്റ് സയൻസ് പഠിപ്പിച്ച ആളാണ് എഞ്ചിനീയറിംഗ് കോളേജ്. അതിൽ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ നല്ലപോലെ അറിയണം. ഓക്കെ. കാരണം ഇതെല്ലാം മോഡലിംഗ് ആണ്. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഡോക്ടർ TPS എന്ന് വെച്ചാൽ ഇത് തട്ടിപ്പാന്നുകൊണ്ട് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നു? കാരണം ഈ ഇപ്പം ഭയങ്കര ചൂടുണ്ടെന്ന് നമ്മൾ പറയുന്നു. ശരിക്കും ചൂടൊന്നും കൂടുതലുള്ളതുകൊണ്ടല്ല, നമുക്ക് ടോളറൻസ് കുറഞ്ഞുകൊണ്ടാണ്. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ. ഇപ്പം ഞാനിപ്പോൾ മുകളിലിരിക്കുന്ന റൂം ഫുൾ AC 16 ഡിഗ്രി ആയിരിക്കും. ഇതെനിക്ക് നല്ല ചൂടായിട്ട് തോന്നും. നിങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ചൂട് അത്ര ഉണ്ടാവില്ല. നിങ്ങൾക്ക് സുഖ തോന്നും. എനിക്കിവിടെ മോശം തോന്നും. അപ്പം നമ്മൾ പറിച്ച് നടപ്പുണ്ടാകുന്ന ഒരു അസുഖം ഉണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് മഴയില്ല എന്ന് നമ്മൾ പറയുന്നു. കേരളത്തിൽ ഇപ്പോൾ മഴ കൂടുതലാണ് അല്ലേ? വണ്ടി ഓടിച്ചാൽ പൊല്യൂഷൻ ഉണ്ടാവും നമ്മൾ പറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ചെടികൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ ചെടികൾക്ക് ഇഷ്ടമല്ലേ? പക്ഷെ പൊല്യൂഷൻ കൂടുമ്പോൾ ബുദ്ധിമുട്ടല്ലേ പ്ലാന്റ്സിന്? പൊല്യൂഷൻ കാർബൺ ഡൈ ഓക്സൈഡാണ് ഞാൻ പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ്. അത് മോശമാണ്. ഈ ഹ്യൂമൻ ബീയിങ്സിന് ഇതൊക്കെ സഹിക്കാനുള്ള ടോളറൻസ് എന്ന് പറയുന്നത് 4 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ചേഞ്ച് ഉള്ള സ്ഥലമാണ് ഡൽഹി. 4 ഡിഗ്രി മുതൽ 40 ഡിഗ്രി, 36 ഡിഗ്രി പോലും മാറ്റം ഉണ്ടായാലും മൈനസ് പോലെ പോകും. 40 ഡിഗ്രി വരെ ചൂട് മാറിയാലും 6 മാസത്തിൽ പ്രശ്നമില്ലാത്തവരാണ് മനുഷ്യന്മാർ. ഓക്കെ. 50 കൊല്ലം കഴിഞ്ഞിട്ട് 3 ഡിഗ്രി കൂടുന്നതാണ് ഗ്ലോബൽ വാർമിംഗ്. പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഗ്ലേഷ്യർ ഉരുകി ഒരിക്കലുണ്ടാവും, കടൽ മാറുണ്ടാവും. ഇതൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് ആണ്. അതിൻ്റെ അടുത്ത് പോയി താമസിച്ചോണ്ടല്ലേ. അണ്ടർസ്റ്റുഡ്? അപ്പം പല എൻവിറോൺമെന്റൽ തിയറംസും നമ്മൾ പഠിക്കുന്നത് ഓരോ സ്ഥലത്തും ഡിഫറൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇപ്പം ചെറിയൊരു ഐലൻഡിലുള്ള ഇമ്പാക്റ്റ് അല്ല ഇന്ത്യ പോലുള്ള വലിയ സ്ഥലത്തുള്ളത്. അപ്പോൾ ആ രാജ്യത്ത് എൻവിറോൺമെന്റ് സയൻസ് പഠിച്ചാൽ അവിടെ ഉപയോഗിക്കും. നമ്മളിവിടെ പഠിക്കുന്ന സോഷ്യൽ സയൻസ് നിങ്ങൾ പഠിക്കുന്ന തെക്ക് വടക്കൻ കാറ്റ് ഒക്കെയല്ലേ പഠിക്കുക. അവിടെ തെക്ക് വടക്കൻ കാറ്റേ ഇല്ല. തെക്കും വടക്കും തമ്മിൽ, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വ്യത്യാസമില്ല. നമ്മളിപ്പം ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ യൂറോപ്പിൽ പോകുമ്പോൾ
20 മണിക്കൂർ പകലും 4 മണിക്കൂർ രാത്രിയുള്ള സ്ഥലമുണ്ട്. 4 മണിക്കൂർ പകലും 20 മണിക്കൂർ രാത്രിയാവും അടുത്ത സീസൺ ആകുമ്പോൾ. നമ്മളങ്ങനെയല്ലോ 12 മണിക്കൂർ ആണ് നമ്മൾ ഇത്ര ഭാഗ്യവന്മാരാ. ഈ ക്ലൈമറ്റ് പഠിക്കുന്ന ഒരാൾ അവിടെ പോയിട്ട് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിനൊക്കെ ഡൈനാമിക്സ് പഠിക്കണമെങ്കിൽ മാത്സും ഫിസിക്സും അറിയണം, നമ്പർ 1. ഓക്കെ, പിന്നെ ഫുൾ കെമിസ്ട്രിയാണ് അതിനകത്ത്. ആ ബാക്ക്ഗ്രൗണ്ട് സയൻസിൽ ബിടെക് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പലരും. ഇപ്പം നിങ്ങളുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ഗ്ലോബൽ വാർമിങ്ങിലൊരു മാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. മണ്ണുത്തി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അതിൽ കമ്മിറ്റിയിൽ എന്നെ ഇടാൻ പറഞ്ഞു. അപ്പം ഞാനിതിനെ എതിരാണ്, ഞാൻ വരുന്നില്ല. മനസ്സിലാവണം, കാരണം ഇത് ആ സമയത്ത് പഠിക്കാൻ പറ്റുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഇത് മാറും. നമ്മൾ പണ്ട് ചൂട് എന്ന് പറഞ്ഞ സ്ഥലം, മഴ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലം. ചെടി വളർത്തിയാൽ മഴ ഉണ്ടാവും. ചെടി വളർത്തിയാൽ മഴ ഉണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിൽ മരം വെക്കുന്ന ഒരാളുണ്ട്, ഒരു മുസ്ലിം. അതുകൊണ്ട് മരം വെട്ടിയാലും മഴ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ട് സമരം ചെയ്തിരുന്നു പരിഷത്തുകാരും മാർക്സിസ്റ്റുകാരൊക്കെ. അപ്പൊ അയാൾ ചോദിക്കും, നിങ്ങൾ എപ്പോഴും കടലിൽ പോയിട്ടുണ്ടോ? കടലിൽ മഴ പെയ്യുണ്ട്, അറിയോ നിങ്ങൾക്ക്? അവിടെ ചെടിയുണ്ടോ? ചോദിച്ചില്ലേ? അപ്പൊ അയാളുടെ അടുത്ത ചോദ്യം എന്താ അറിയാം? നല്ല ചൂടുണ്ടാവുന്നല്ലേ നിങ്ങൾ പറയണേ? ചൂടുണ്ടാവുമ്പോ കടലിൽ വെള്ളമൊക്കെ അവയെ പോകുമല്ലോ. അത് കാർമയൊക്കെ ആയിട്ട് പിന്നെ എന്താ അവിടെ നിൽക്കോ? താഴത്ത് വരുമോ? താഴത്ത് വരില്ലേ? അപ്പൊ മഴ കൂടുതൽ പെയ്യില്ലേ? ചൂടുണ്ടായ മഴ പെയ്യല്ലേ? പിന്നെന്താ പ്രശ്നം? മഴ പെയ്ത തണുത്തില്ലേ? ചൂടും തണുപ്പും സാധാരണ ഒരു ഭാഗമാണ്, അത് ഭൂമിയുടെ ഒരു ഭാഗമാണ്. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ കുറച്ച് ഹീറ്റ് കൂടുന്നത് തോന്നുന്നതാണ്. ഹീറ്റ് കൂടുന്നില്ല, നമ്മള് എല്ലാം ഉണ്ടാവും. കേരളത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും, വേർപ്പുണ്ടാവും. പണ്ട് വേർത്താലും ആർക്ക് കുഴപ്പമില്ല. പണ്ടിടുന്ന ഡ്രസ് അല്ലല്ലോ ഇപ്പൊ നിങ്ങൾ ഇടുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇടുന്ന പാന്റിന് പകരം പാവാടയാണെങ്കിലോ എത്ര ഹ്യൂമിഡ് ആണെന്ന് നിങ്ങൾക്ക് പ്രശ്നമില്ല. യു അണ്ടർസ്റ്റുഡ്? അവിടെ ഇടേണ്ട ഡ്രസ്സാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇടുന്നത്. ആ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഇല്ല, അതാണ് പ്രോബ്ലം. നമുക്കും ഇല്ല. അപ്പൊ നമ്മുടെ തോന്നലാവൂലേ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പൊ ചൂട് കൂടാന്ന് പറയണത്? അത് മാത്രമല്ല, നല്ല ചൂട് രണ്ടാള് പറയുമ്പോൾ ചൂട് കൂടും. ഒരു സൈക്കോളജിയാണ്. അതേ സമയത്ത് നല്ല പോലെ വെയിലത്ത് കളിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ചൂടറിയും. അവരതാ അണ്ടർസ്റ്റുഡ്. അപ്പൊ ഇതൊക്കെ ഒരു തോന്നലാണ്. ഫീലിംഗ് ഹോട്ട്, ഫീലിംഗ് കോൾഡ് എന്നാണ് പറയാം. അതിന്റെ ഒരു പഴയ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു, ഫീലിംഗ് കോൾഡ് സേ നോ. ഞാനും എൻ്റെ ഗുരുവും കൂടി കൈലാസത്തിൽ പോയ സമയത്ത് അദ്ദേഹം വെറും മുണ്ടുടുത്തിട്ടാണ്. നമ്മളൊക്കെ ആണെങ്കിൽ 4 ലെയർ ഡ്രസ് ഇട്ടിട്ടാണ്. ഒരു തണുപ്പില്ല അദ്ദേഹം. തണുക്കില്ലല്ലോ. ശിവശിവ എന്നൊന്നും തണുക്കില്ലടോ. മനസ്സിലായോ? നല്ല പോലെ ഇതിങ്ങനെ ആക്കിയിട്ട് എന്നിട്ട് ചെവിയിൽ വെച്ചാട്ടെ, ചെവി അടച്ചു പിടിക്കും ഫുൾ. ഇതുപോലെടി ഈ ഭാഗം